ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബഹുമാനപ്പെട്ട സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ഭാരവാഹികളെ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഗുരുദേവ വിശ്വാസികളെ, ഗുരുധർമ്മ പഠിതാക്കളെ, എല്ലാവർക്കും സ്വാഗതവും നമസ്കാരവും സമർപ്പിക്കുന്നു. ഗുരുവിന്റെ ശിഷ്യോത്തമനായ ശ്രീനാരായണ ചൈതന്യ സ്വാമികളാൽ രചിക്കപ്പെട്ട ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളാണ് നമ്മൾ ഇന്നു മുതൽ മനനം ചെയ്യാൻ ആരംഭിക്കുന്നത്. ഭാരതത്തിന്റെ സനാതനമായിരിക്കുന്ന ആചാര അനുഷ്ഠാന പദ്ധതികളിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അനുഷ്ഠാനമാണ് നാമാർച്ചന എന്നുള്ളത്. ദേശഭേദമന്യേ, സമ്പ്രദായ ഭേദമന്യേ ഭാരതത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈശ്വരാരാധന വേളയിൽ ഉപയോഗിക്കുന്ന മഹനീയമായൊരു പദ്ധതിയാണ് നാമാർച്ചന. അത് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. മാത്രമല്ല, ഈശ്വരാരാധനയെ ഈ ഒരു തരത്തിൽ ജനകീയമാക്കിയതിൽ, വ്യാപകമാക്കിയതിൽ നാമാർച്ചനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാമാർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുനാമത്തെ ജപിച്ച് പുഷ്പമെടുത്ത് നമ്മൾ അർച്ചന ചെയ്യുന്നു. 108 നാമങ്ങളുള്ള അഷ്ടോത്തര ശത നാമങ്ങളെ ജപിച്ച് അർച്ചന ചെയ്യുന്നു. അതുപോലെ സഹസ്രനാമങ്ങളെ ജപിച്ച് അർച്ചന ചെയ്യുന്നു. ഭഗവാന്റെ മൂലമന്ത്രത്തെ ജപിച്ച് അർച്ചന ചെയ്യുന്നു. ഈ രീതിയിലെല്ലാം നാമാർച്ചന വളരെ സജീവമായി ഭക്ത സമൂഹത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരനെ ആരാധിക്കുക, ഈശ്വരനെ പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പദ്ധതിയെ നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളിലും അതുപോലെ നമ്മുടെ ഗുരുമന്ദിരങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും കാണാവുന്ന ആ പദ്ധതിയുടെ പേര് പൂജ എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂജയുടെ അടിസ്ഥാന തത്വമാകട്ടെ വിവിധ ഉപചാരങ്ങളെ ഭഗവാന് സമർപ്പിക്കുക എന്നാണ്. ഏറ്റവും അടിസ്ഥാനമായ പൂജ എന്ന് പറയുന്നത് പഞ്ചോപചാര പൂജയാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന, അർത്ഥം ഈ ലോകമായി കാണപ്പെടുന്ന പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളെ നമ്മൾ ഈശ്വരന് കൊടുക്കുന്നു. ഇതിനെ പഞ്ചോപചാര പൂജ എന്ന് പറയുന്നു. പക്ഷെ പഞ്ചഭൂതങ്ങളെ നമുക്ക് അതേപോലെ ഭഗവാൻ അർപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവയുടെ പ്രതീകങ്ങളെ ഭഗവാന് സമർപ്പിക്കുന്നു. ജലതത്വത്തിന്റെ പ്രതീകമായി അല്പം ജലം കൊടുക്കുന്നു. പൃഥ്വിയുടെ പ്രതീകമായി, ഭൂമിയുടെ പ്രതീകമായി ഗന്ധം കൊടുക്കുന്നു. വായുവിന്റെ പ്രതീകമായി ധൂപം കാണിക്കുന്നു. അഗ്നിയുടെ പ്രതീകമായി അഗ്നി കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് ആകാശം എന്ന് പറയുന്ന മഹാഭൂതത്തിന്റെ പ്രതീകമായി പുഷ്പത്തെയാണ് സമർപ്പിക്കുന്നത്. ഹം
ആകാശാത്മന പുഷ്പം സമർപ്പയാമി എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ നാമത്തെ ചൊല്ലി പുഷ്പം സമർപ്പിക്കുന്ന ആ ഒരു ആചാര പദ്ധതിയെ പുഷ്പാഞ്ജലി എന്ന് പറയുന്നു. അപ്പൊ പുഷ്പം പൂജാവേളയിൽ ആകാശത്തിന്റെ പ്രതീകമായിട്ടാണ് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ആകാശം വാസ്തവത്തില് ഈശ്വരനുമായി ഏറ്റവും ചേർന്നിരിക്കുന്ന ഒരു തത്വമാണ്. അമൂർത്തമായിരിക്കുന്ന ഈശ്വര സങ്കല്പം, അതിനെ നമുക്ക് നമ്മുടെ മാനവിക ബുദ്ധിയില് മനസ്സിലാക്കാൻ ഉതകരിക്കുന്ന ഒരു തത്വമാണ്, ഒരു ദൃഷ്ടാന്തമാണ് ആകാശം. കാരണം ഈശ്വരനും സർവവ്യാപിയാണ്, വ്യാപകത ഈശ്വരനുണ്ട്, ആകാശത്തിനും വ്യാപകതയുണ്ട്. അതേപോലെ ഈശ്വരനും സർവഗതനും സർവവ്യാപിയും ആയിരിക്കുമ്പോഴും ഒന്നുമായി ഒത്തുചേരുന്നില്ല. ആകാശവും അങ്ങനെ തന്നെയാണ്, നിർലേപമാണ്, എല്ലായിടത്തും ഉണ്ട്. ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മേൽപോട്ട് നോക്കുമ്പോൾ കാണുന്ന നീലാകാശം മാത്രമല്ല ആകാശം, സ്പേസ് എന്നാണ് അർത്ഥം. ഒരു പരമാണുവിന്റെ ഉള്ളിൽ പോലും സ്പേസ് ഉണ്ട്. ആകാശം വ്യാപകതയാണ്. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളുടെയും ഹേതുവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സങ്കുചിത ഭാവമാണ് ദുഃഖത്തിന്റെ ഹേതു എന്ന് മനസ്സിലാക്കുക. സങ്കുചിതമായ ഭാവത്തിൽ നിന്ന് പരിധിയില്ലാത്ത വ്യാപകതയിലേക്ക് നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ജീവിതത്തെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ദുഃഖം ക്രമേണ ഇല്ലാതായി തീരുന്നത് അറിയാൻ സാധിക്കും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ വ്യാപകതയിലേക്ക് ഉയർത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമാജത്തിൽ കാണുന്ന വലിയ രീതിയിലുള്ള ഭക്തിയുടെ സംസ്കാരം, ഈശ്വര ആരാധനയുടെ സംസ്കാരം, ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് പുഷ്പാർച്ചന എന്നുള്ളത്. നമ്മൾ എങ്ങോളം നോക്കിക്കഴിഞ്ഞാലും വ്യാപകമായി കാണാൻ സാധിക്കും. കോടി അർച്ചനകള്, ലക്ഷാർച്ചനകള്, അതുപോലെ ചെറുതും വലുതുമായി ഒരുപാട് അർച്ചനകൾ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, വിവിധ ആശ്രമങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിലും ഭാരതത്തിലും എമ്പാടുമായി നടന്നു വരുന്നതാണ്. എന്തുകൊണ്ടാണത്? കാരണം മനുഷ്യനെ സംബന്ധിച്ച് ഒരു കാര്യം നിത്യവും അനുഷ്ഠിക്കണമെങ്കിൽ ആ കാര്യം ഏറ്റവും ലളിതമായിരിക്കണം. മാത്രമല്ല, ലളിതമാണെങ്കിൽ കൂടിയും അതിന് വലിയ ഫലത്തെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകണം. ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാലേ മനുഷ്യൻ ഒരു കാര്യത്തെ നിത്യ അനുഷ്ഠാനമാക്കി തീർക്കുകയുള്ളൂ. ഈശ്വരാരാധനയ്ക്ക് ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ യാഗങ്ങള്, വലിയ യജ്ഞങ്ങള്, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ. പക്ഷെ ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രം അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ അത്ര ജനകീയമാകാത്ത രീതിയിലുള്ള അനുഷ്ഠാന പദ്ധതികളാണ്. നേരെ മറിച്ച് നമ്മളൊരു അർച്ചനയെ നോക്കും. അർച്ചന നിത്യവും നമുക്ക് അനുഷ്ഠിക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഭഗവാന്റെ തിരുനാമത്തെ ചൊല്ലി ഭഗവാന്റെ തിരുവിഗ്രഹത്തിന് മുമ്പിൽ പുഷ്പത്തെ സമർപ്പിക്കുന്നു. അത്യധികം ലളിതമാണ്, ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ്. എന്നാൽ അതിന്റെ ഫലമോ, കർമ്മം ലളിതമാണെങ്കിലും അതിന്റെ ഫലവും ലളിതമാകുമെന്നില്ല. അതിന്റെ ഫലമാകട്ടെ വളരെ കരുത്തുറ്റതാണ്. അതുകൊണ്ടാണ് പുഷ്പാർച്ചന എന്ന് പറയുന്നത് സമാജത്തിൽ വലിയ രീതിയിൽ പ്രചാരം നേടിയത്.
അതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഈശ്വരാരാധനയ്ക്കും ഭക്തിക്കും വലിയ ഒരു ഉണർവ് വന്നത്, ജനങ്ങൾക്ക് വലിയ ധാർമ്മികമായ കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രേരണ ലഭിച്ചത്. അങ്ങനെ ഈ പുഷ്പാർച്ചനയെ മഹിതമാക്കുന്നതിൽ പൂർവികരായ ആചാര്യന്മാര് നിരവധിയായ ഒരുപാട് അഷ്ടോത്തര ശതനാമാവലികളെ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ ശിഷ്യോത്തമനായ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ സംഭാവന ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ശ്രീനാരായണ അഷ്ടോത്തര ശതനാമാവലി അഥവാ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ. നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രീനാരായണ സമൂഹത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്ന് ശ്രീനാരായണ സമൂഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വലിയ ഗുരുഭക്തിയുടെയും അതേപോലെ ഗുരുകേന്ദ്രീകൃതമായ കാര്യപരിപാടികളുടെയും ഒക്കെ വലിയൊരു പ്രേരക ഘടകമായി ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ മാറിയിട്ടുണ്ട്. ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ നമുക്ക് പ്രയാസമാണ്. ഗുരുവിനോടുള്ള അപാരമായ ഭക്തിയെ ജനലക്ഷങ്ങളുടെ മനസ്സിൽ പ്രോജ്വലിപ്പിക്കുവാൻ നൂറുകണക്കിന് സംഘടനകൾക്ക് കഴിയാത്ത രീതിയിലുള്ള വലിയ കർമ്മമാണ് ഈ ഒരൊറ്റ മന്ത്രങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന് ഇന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യവും വലിയ പ്രസക്തിയുമുണ്ട്. ഈ 108 മന്ത്രങ്ങളും ക്രമമായി നമ്മൾ അധ്യയനം ചെയ്യുകയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മത്തിന്റെ വലിയ സമഗ്രമായ അവലോകനവും ഉൾക്കാഴ്ചയും നമുക്ക് ലഭിക്കും. കാരണം ഈ മന്ത്രങ്ങളിലൂടെ ഗുരുവിന്റെ സ്വരൂപം, ഗുരുധർമ്മത്തിന്റെ വിവിധ പന്ഥാവുകൾ എല്ലാം തന്നെ ചൈതന്യ സ്വാമികൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ചൈതന്യ സ്വാമികളുടെ മുഖ്യമായ പ്രവർത്തന മണ്ഡലം മലബാറായിരുന്നു. മലബാറിലെ മഹാക്ഷേത്രങ്ങൾ, സ്വാമി തൃപ്പാദങ്ങൾ സംസ്ഥാപനം ചെയ്ത മഹാക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെ അങ്ങനെ രൂപീകൃതമാക്കുന്നതിലും മലബാറിലാകെ ഗുരുധർമ്മത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സംഘടനകൾ സംസ്ഥാപനം ചെയ്ത് ജനമനസ്സുകളിൽ ശ്രീനാരായണ ധർമ്മത്തെ ആ പ്രദേശങ്ങളിൽ ഉറപ്പിച്ചതും ചൈതന്യ സ്വാമികളാണ്. 1918 കാലഘട്ടത്തിൽ സ്വാമികൾ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് വിരമിക്കുകയും സ്വാമി തൃപ്പാദങ്ങളുടെ അനുവാദം തേടി തന്റെ പ്രവർത്തന മണ്ഡലം ഇനിയുള്ള കാലം മലബാർ കേന്ദ്രീകരിച്ചാകാം എന്ന് കരുതി മലബാറിലേക്ക് വീണ്ടും പോവുകയാണ്. അതിനു മുമ്പ് ക്ഷേത്ര സംസ്ഥാപന കാര്യവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ സൗഹൃദ ബന്ധങ്ങളും ശിഷ്യ സമ്പത്തും നേരത്തെ തന്നെ ചൈതന്യ സ്വാമികൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 1918 കാലത്ത് നേരെ കോഴിക്കോടേക്ക് പോവുകയും അന്ന് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം നമ്മളിൽ പലരും പോയിട്ടുണ്ട്. ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് ഭജന ഇരിക്കാനും പ്രാർത്ഥിക്കാനുമായൊക്കെ ക്ഷേത്രത്തിന്റെ സമീപത്ത് എന്ന് പറഞ്ഞാൽ തൊട്ട് സമീപത്തല്ല, അല്പം 1-2 കിലോമീറ്റർ മാറി മനോഹരമായൊരു ഭജന മഠം ഉണ്ടായിരുന്നു. ആ ഭജനമഠത്തെ ഗൗരീശ്വരം കോവിൽ എന്ന് പറയും. പക്ഷെ പിൽക്കാലത്ത് ഗൗരീശ്വരം കോവിൽ എന്നുള്ള വാക്കിൽ ഒതിച്ചു പോയി. പകരം ശ്രീനാരായണ ഭജനമഠം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുണ്ട്. അത് കോഴിക്കോട്
ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി ചാലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്വാമി തൃപ്പാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യനായ നാരകശ്ശേരി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവാണ് അത് ഉണ്ടാക്കിയത്. അപ്പൊ ചൈതന്യസ്വാമികൾ രണ്ടാമതും കോഴിക്കോടേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ഭജനമഠത്തിൽ താമസം ആരംഭിച്ചു. കുറച്ചു കാലം ഭജനമഠത്തിൽ താമസം ആരംഭിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊരു ആശ്രമം ഉണ്ടാക്കണം, ഗുരുധർമ്മത്തെ സശക്തമായി മലബാറിൽ പ്രചരിപ്പിക്കുവാൻ ഒരു കേന്ദ്രം ആവശ്യമാണെന്നെല്ലാം കരുതി കോഴിക്കോട് നഗരത്തിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കോഴിക്കോട് സിറ്റിയിൽ നിന്നൊരു 8 കിലോമീറ്റർ 10 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ഹിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ വെസ്റ്റ് ഹിൽ ഏതാനും ഭൂമി വാങ്ങിക്കുകയും അവിടെ മനോഹരമായ ഒരു ആശ്രമം ഉണ്ടാക്കുകയും ചെയ്തു. ആ ആശ്രമത്തിന്റെ പേരാണ് ഗുരുവരാശ്രമം. ഇന്ന് കോഴിക്കോട് SNDP യൂണിയന്റെ ആസ്ഥാനമാണ്. നമ്മളിൽ പലരും ഗുരുവരാശ്രമവും കണ്ടിട്ടുണ്ടാകും. ഗുരുവരാശ്രമം ഉണ്ടാക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു ചൈതന്യസ്വാമികൾ താമസിച്ചത് ചാലപ്പുറത്ത് ഭജനമഠത്തിലാണ്. അന്ന് സ്വാമികളുടെ കൂടെ ചൈതന്യസ്വാമികളുടെ ശിഷ്യനായ പിന്നീട് പ്രസിദ്ധനായ വാഗ്മിയും പണ്ഡിതനുമായി തീർന്ന പണ്ഡിറ്റ് ജഗദീശ്വരാനന്ദ സ്വാമികൾ തുടങ്ങി ഒരുപാട് സജ്ജനങ്ങൾ എപ്പോഴും സ്വാമികളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അവിടെ ഭക്തിപരമായ കാര്യങ്ങളും നവോത്ഥാന കർമ്മങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും ഗുരുധർമ്മത്തിന്റെ പ്രചരണ പദ്ധതികളുമെല്ലാം ആ ഒരു ഭജനമഠത്തിൽ സജീവമായിരുന്നു. ഗുരുവരാശ്രമത്തിലേക്ക് മാറി താമസിക്കുന്നതിന് മുമ്പ് ചാലപ്പുറത്തെ ഈ ഭജനക്കോവിലിൽ വെച്ചാണ് ചൈതന്യസ്വാമികൾ ശ്രേഷ്ഠമായ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾക്ക് രചന നിർവഹിക്കുന്നത്. ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ രചിച്ച് സ്വാമികൾ തന്നെ പല പ്രദേശങ്ങളിലും അതിന്റെ പതിപ്പുകൾ എത്തിക്കുകയുണ്ടായി. ഗുരുപുഷ്പാഞ്ജലിയുടെ ആദ്യ പതിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചൊല്ലുന്ന പതിപ്പുണ്ട്. അതിൽ നിന്ന് അല്പം, വലിയ രീതിയിലല്ല, അല്പം വ്യത്യാസമാണ്, കുറച്ചുകൂടി ക്ലിഷ്ടമാണ്, കഠിനമാണ്. ആ കഠിനതയെ ഒന്നുകൂടി ലളിതവൽക്കരിച്ചുകൊണ്ട് സ്വാമികൾ തന്നെ വീണ്ടും അതിനെ ആത്മാനന്ദ സ്വാമികളെയും മറ്റും ഉപദേശ നിർദ്ദേശങ്ങളെ വാങ്ങിച്ച് പരിഷ്കരിച്ച് നമ്മൾ ഇന്ന് ജപിക്കുന്ന ഗുരുപുഷ്പാഞ്ജലി മന്ത്രമാക്കി മാറ്റുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിൽ പലരും ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ രചിക്കപ്പെട്ട ആ ദിവ്യമായ സന്നിധിയിൽ സ്മൈലിന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ പോവുകയും ഗുരുപുഷ്പാഞ്ജലി അർച്ചന ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മന്ത്രം പിന്നീട് ശ്രീനാരായണ സമൂഹത്തിന് ഉണ്ടാക്കിയ വലിയൊരു മാറ്റം അത് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രകടമാണ്. കാരണം നമുക്ക് ഗുരുവിനെ ആരാധിക്കുവാൻ ഒരു ഉപാധി ആവശ്യമാണ്. നമ്മുടെ മുമ്പിൽ ഗുരു ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഭക്തിയെ ഗുരുവിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നാം ഏത് ഉപാധിയെ ആശ്രയിക്കും? ഏതെങ്കിലും ഒരു ഉപാധി നമുക്ക് വേണമല്ലോ. അതിനുള്ള ഏറ്റവും മഹനീയമായ ഉപാധിയാണ് ഈ ഗുരുപുഷ്പാഞ്ജലി മന്ത്രങ്ങൾ. ഇപ്പൊ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ധ്യാന ശ്ലോകത്തെ കാണാൻ സാധിക്കും. നമ്മൾ ഏതൊരു ദേവനെയാണ്, ഏതൊരു ഭഗവാനെയാണോ ആരാധിക്കുവാൻ പോകുന്നത്, പൂജിക്കുവാൻ പോകുന്നത്, ആ ഒരു ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാനെ ആരാധിക്കാൻ കഴിയും. ഭഗവാന്റെ സ്വരൂപം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിലോ നമ്മൾ എങ്ങനെ ഭഗവാനെ ആരാധിക്കും? ആ സ്വരൂപത്തെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാനാണ് ആചാര്യന്മാര് ഏതൊരു മന്ത്രത്തിന് മുമ്പേയും ഒരു ധ്യാന ശ്ലോകം ഉണ്ടാക്കിയിട്ടുണ്ടാകും.
ആ ധ്യാന ശ്ലോകം നമ്മൾ ജപിക്കുമ്പോൾ, മനനം ചെയ്യുമ്പോൾ, നാം പൂജിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മൂർത്തിയുടെ വിഗ്രഹം, തിരുസ്വരൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഒരുപാട് ധ്യാന ശ്ലോകങ്ങളുണ്ട്. വിദ്യുദ്ധാമ സമപ്രഭാം മൃഗപതി സ്കന്ധസ്ഥിതാം ഭീഷണാം കന്യാഭിക്കരവാളഖേട വിലസത് ഹസ്താവിലാസേവിത ഹസ്തൈശ്ചക്രഗദാസികേട വിശികാം ചാപം ഗുണം തർജനി വിഭ്രാണാം അനനാത്മികാം ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ പാഠഭേദങ്ങൾ വേറെയുണ്ട്. അത് നമ്മൾ ജപിക്കുമ്പോൾ ദുർഗാദേവിയുടെ ആ വലിയൊരു രൂപം നമ്മുടെ മനസ്സിൽ തരും. അരുണകിരണജാലി രഞ്ജിതാശാപകാശ, അങ്ങനെ ഓരോരോ ദേവതകൾക്ക് അതാത് മന്ത്രങ്ങളുണ്ട്, ധ്യാന മന്ത്രങ്ങൾ. ആ ധ്യാന മന്ത്രങ്ങൾ ജപിക്കുന്ന വേളയിൽ ആ ദേവതയുടെ പൂർണ്ണമായ തിരുസ്വരൂപം നമ്മുടെ മനസ്സിൽ തെളിയുകയും ആ തിരുസ്വരൂപത്തിലേക്ക് പിന്നീട് നമുക്ക് പൂജകളെ, നമ്മുടെ ആരാധനകളെ സമർപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പുഷ്പാഞ്ജലി മന്ത്രത്തിന് മുമ്പായി വളരെ പ്രൗഢഗംഭീരമായ ഒരു ധ്യാന ശ്ലോകം കാണാൻ സാധിക്കും. ആ ധ്യാന ശ്ലോകത്തിലൂടെ നമ്മുടെ ഉള്ളിൽ തെളിയുന്ന ഗുരുവിന്റെ ഒരു വിഗ്രഹം, അതിന് നമുക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക എന്ന് പറയാൻ സാധിക്കും. അത്യുന്നതമായ ഒരു ദാർശനിക വിഗ്രഹമാണ് ഈ ധ്യാന ശ്ലോകത്തെ മനനം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്നത്. ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ധ്യൈ ചിന്തായം എന്നാണ്. ധ്യൈ എന്ന് പറഞ്ഞൊരു മൂലധാതുവുണ്ട്, അതിൽ നിന്നാണ് ധ്യാനം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ ധ്യൈ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, മനനം ചെയ്യുക. ഈ ധ്യാന ശ്ലോകത്തെ നാം മനനം ചെയ്താൽ നമ്മുടെ ഉള്ളിൽ ഇതുവരെ അനുഭൂതമാകാത്ത അത്യുന്നതമായ ഭാവത്തിൽ ഗുരുവിന്റെ ഒരു ദാർശനിക വിഗ്രഹം തെളിഞ്ഞു വരും. പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്ന് ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ധ്യാന ശ്ലോകത്തെ മനനം ചെയ്തിട്ട് വേണം നമ്മൾ ഭഗവാന്റെ ഓരോ തിരുനാമങ്ങളെയും ജപിച്ച് ചൊല്ലി അർച്ചന ചെയ്യേണ്ടത്. ആ ധ്യാന ശ്ലോകം നോക്കൂ. ഓം ഹംസാഭ്യാം പരിവൃത്ത പത്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്ദമാനന്ദകം ആദ്യന്തേകമഖണ്ഡചിദ്ഗണരസം പൂർണം ഹ്യനന്തം ശുഭം പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേത് വിഭും ശാശ്വതം. ഇതാണ് ധ്യാന ശ്ലോകം. അപ്പൊ ഒരു ശ്ലോകത്തിന്റെ അർത്ഥത്തെ നമുക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആ ശ്ലോകത്തിൽ ഒരു ക്രിയാപദം ഉണ്ടാകും. ആ ക്രിയാപദത്തെ കണ്ടെത്തുക എന്നതാണ്. ക്രിയാപദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയുന്നു. എല്ലാ പദങ്ങളും നാമം, ക്രിയ, നൗൺ ആൻഡ് വെർബായിട്ട് എല്ലാ പദങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ക്രിയാപദത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശ്ലോകത്തിന്റെ സുവ്യക്തമായ അർത്ഥം കിട്ടും. ആദ്യം അർത്ഥം കിട്ടിയതിന് ശേഷമേ നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അതിന്റെ അർത്ഥം കിട്ടാതെ, ആ പദങ്ങളുടെ താല്പര്യവും അർത്ഥവും കിട്ടാതെ നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാൻ പാടില്ല. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ആ ധ്യാന ശ്ലോകത്തിന്റെ തെറ്റായ അർത്ഥചിന്തനമായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ ശരിയായ അർത്ഥചിന്തനത്തിന് വേണ്ടിയിട്ട് ആ പദങ്ങളുടെ സുവ്യക്തമായ ഘടന, അതിന്റെ ക്രമം മനസ്സിലാക്കി അർത്ഥത്തെ ബോധിപ്പിക്കണം. അതിനുശേഷമേ വ്യാഖ്യാനം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നോക്കൂ, ഓടുന്നു, പഠിക്കുന്നു, ചാടുന്നു, ഇതൊക്കെ ഒരു ക്രിയാപദമാണ്. പഠിക്കുന്നു ഒരു ക്രിയാപദമാണ്. ഒരു ക്രിയാപദം നമ്മുടെ മനസ്സിൽ ജനിച്ചു കഴിഞ്ഞാൽ, ഉണ്ടായാൽ ഉടനെ ചോദ്യം വരും, ആര്, എന്ത്, എന്തിനെ എന്നൊക്കെ. ഉദാഹരണത്തിന് ഒരു ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്രിയാപദത്തെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആര് പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്തിനെ പഠിക്കുന്നു. അപ്പൊ ദേവദത്തൻ പഠിക്കുന്നു, ഗുരുപുഷ്പാഞ്ജലിയെ പഠിക്കുന്നു, നല്ല കാര്യത്തിന് വേണ്ടി പഠിക്കുന്നു. അങ്ങനെ ആ ക്രിയാപദവുമായി ചേർത്ത് നമുക്ക് മറ്റു വാചകങ്ങളെ യോജിപ്പിക്കാൻ സാധിക്കും. അതേപോലെ ഈ ശ്ലോകത്തിൽ നിങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രിയാപദം കാണാൻ സാധിക്കും. അതാണ് ധ്യായേത് എന്ന് പറയുന്നത്. ധ്യായേത് ആ ശ്ലോകത്തിന് അവസാനം കാണാം. ഈ ധ്യായേത് എന്ന പദത്തെയാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ ധ്യായേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ടെൻസുകളെ കുറിച്ച് അറിയാം നമുക്ക്.
ഓരോ കാലങ്ങൾ, ഭൂതകാലം, വർത്തമാനകാലം, അതേപോലെ ഭാവി കാലം, ഇങ്ങനെ ഓരോ കാലത്തിലാണ് പദങ്ങള്, ക്രിയാപദങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ധ്യായേത് എന്നുള്ളത് വിതിർലിംഗ് എന്ന് പറഞ്ഞൊരു കാലത്തിൽ പ്രയോഗിച്ചൊരു പദമാണ്. വിതിർലിംഗ്. സംസ്കൃതത്തിൽ ടെൻസുകൾ 10 ഉണ്ട്. അതിന് ലകാരം എന്ന് പറയും. പാസ്റ്റ് ടെൻസ് ആയാലും അതേപോലെ വർത്തമാനകാലമായാലും ഇനി ഫ്യൂച്ചർ ആയാലും ഒക്കെ ലകാരം എന്ന് പറയുന്നു. ഈ ലകാരങ്ങളിൽ വിതിർലിംഗ് എന്ന് പറയുന്ന ഒരു ടെൻസിലാണ് ഈ ധ്യായേത് എന്ന് പറയുന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുള്ളത്, ക്രിയാപദം. അപ്പൊ വിതിർലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കർത്തവ്യമായി നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, നീ അത് ചെയ്യണം, അങ്ങനെ പോകണം. അങ്ങനെ പറയുന്ന എല്ലാ ക്രിയകൾക്കും വിതിർലിംഗിലാണ് പ്രയോഗം വരുന്നത്. ഉദാഹരണത്തിന് സത്യം വദേത്. ഇവിടെ വദേത് എന്നുള്ളത് ഒരു വിതിർലിംഗിൽ പ്രയോഗിച്ച ഒരു ക്രിയാപദമാണ്. സത്യം പറയണം എന്നർത്ഥം. അതുപോലെ ധ്യായേത് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കണം എന്നാണ് അർത്ഥം. ധ്യാനിക്കണം. അപ്പൊ ആരെയാണ് ധ്യാനിക്കേണ്ടത്? ഇതാണ് അടുത്ത ചോദ്യം. നമുക്ക് മനസ്സിലായി, ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരെയാണ് ധ്യാനിക്കേണ്ടത്? അതുമായി ചേർന്ന ഏറ്റവും അടുത്ത പദമാണ് ഗുരുപദം എന്ന് മനസ്സിലാക്കുക. അപ്പൊ വാചകം എന്ത് കിട്ടി? ഗുരുപദം ധ്യായത്. നോക്കൂ, ഈ വലിയ ധ്യാന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഒരു വാചകം കിട്ടുകയാണ് അന്വയം ചെയ്യുമ്പോൾ. ഗുരുപദം ധ്യായത്. ഗുരുപദത്തെ ധ്യാനിക്കണം. ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ ആ ഗുരുപദം എങ്ങനെയുള്ളതാണ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ബാക്കി എല്ലാ പദങ്ങളും. ബാക്കി ഏതൊക്കെ പദങ്ങളുണ്ട് നോക്കൂ. ജഗത് കാരണമുണ്ട്, വിശ്വോത്കീർണമുണ്ട്, അനേക ദേഹനിലയമുണ്ട്. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പദങ്ങളും ഗുരുപദം എന്നതിന്റെ വിശേഷണങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ പദങ്ങളും വിശേഷണങ്ങളാണ്. എല്ലാ പദങ്ങളും അല്ല. ഗുരുപദം എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ദ്വിതീയ വിഭക്തിയിലാണ്. സംസ്കൃതത്തിൽ 7 വിഭക്തികളുണ്ട്. അപ്പൊ ദ്വിതീയ വിഭക്തിയിൽ പ്രയോഗിച്ച ബാക്കി എല്ലാ പദങ്ങളും ഈ ഗുരുപദത്തിന്റെ വിശേഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് ഇത് കേട്ടാൽ മാത്രം മതി. അപ്പൊ ഗുരുപദത്തിന്റെ വിശേഷണമായിട്ട് ആദ്യം പ്രയോഗിച്ച ദ്വിതീയ വിഭക്തിയിലെ പദമാണ് ജഗത് കാരണം. നമ്മൾ വ്യാകരണം പഠിക്കുമ്പോൾ ഒരു പദം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് വിഭക്തിയാണ് നമുക്കറിയാൻ സാധിക്കും. അപ്പൊ ജഗത് കാരണം അത് ഗുരുപദത്തിന്റെ വിശേഷണമാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പദം എന്ത് കിട്ടി? ജഗത് കാരണം ഗുരുപദം ധ്യായേത്. അത് എഴുതി വെക്കണം. ഒന്നാമത്തെ പദം ജഗത് കാരണം ഗുരുപദം ധ്യായേത്. ജഗത് കാരണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. രണ്ടാമത്തെ പദം എന്ത് കിട്ടി? വിശ്വോത്കീർണം ഗുരുപദം ധ്യായേത്. വിശ്വോത്കീർണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ഇനി മൂന്നാമത്തത് എന്ത് കിട്ടി? അനേക ദേഹനിലയം ഗുരുപദം ധ്യായേത്. അനേക ദേഹനിലയമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ഇനി വീണ്ടും നോക്കൂ. സ്വച്ഛന്തം ഗുരുപദം ധ്യായേത്. സ്വച്ഛന്തമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അടുത്തത് നോക്കൂ. ആനന്ദകം ഗുരുപദം ധ്യായേത്. ആനന്ദകമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. പൂർണ്ണം ഗുരുപദം ധ്യായേത്. പൂർണ്ണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അനന്തം ഗുരുപദം ധ്യായേത്. അനന്തമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ശുഭം ഗുരുപദം ധ്യായേത്. ശുഭമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേത്. പ്രത്യക്ഷാക്ഷര വിഗ്രഹമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. വിഭും ഗുരുപദം ധ്യായേത്. വിഭുവായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ശാശ്വതം ഗുരുപദം ധ്യായേത്. ശാശ്വതമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. നോക്കൂ, ഏകദേശം 12ഓളം പദങ്ങൾ നമുക്ക് ലഭിച്ചു. ഈ 12 പദങ്ങളും ക്രമത്തിൽ എഴുതി വെക്കണം. ഇങ്ങനെയുള്ള ഗുരുപദത്തെ ധ്യാനിക്കണമെന്നർത്ഥം. പക്ഷെ ആ ശ്ലോകത്തിൽ ഏറ്റവും മുമ്പിലായിട്ട് ചില പദങ്ങൾ കൂടി കാണാൻ സാധിക്കും. ഹംസാഭ്യാം പരിവൃത്ത പത്രകമരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും ഇതിന്റെ കൂടെ ചേർക്കണ്ടേ? അതും ഗുരുപദത്തിന്റെ വിശേഷണമായിട്ട് നമുക്ക് ദിവ്യമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം എന്നും പറയണ്ടേ?
അത് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം ദിവ്യ എന്നുള്ള പദം പ്രയോഗിച്ചത് സപ്തമിയിലാണ്. സപ്തമി വിഭക്തി എന്ന് പറയും. അപ്പൊ ഒരു പദം സപ്തമി വിഭക്തിയിൽ പ്രയോഗിക്കുമ്പോൾ അത് അധികരണമായിട്ട് മനസ്സിലാക്കണം. അധികരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം മേശയിൽ വെക്കുന്നു. അപ്പൊ മേശയാണ് അധികരണം. അപ്പൊ മേശയിൽ നമ്മൾ മലയാളത്തിൽ ഇല്ല് ചേർത്ത് പറയുന്നതൊക്കെ സപ്തമിയാണ്. അവനിൽ, അവളിൽ, അതിൽ, ഇതിൽ, മേശയിൽ. അപ്പൊ ഒന്ന് അധികരണം എന്ന് പറഞ്ഞാൽ ബേസ് ഒന്ന് വെക്കാനുള്ള, ഒന്നിന് ഇരിക്കാനുള്ള ബേസാണ്. ഇപ്പൊ സപ്തമിയിൽ ഒരു പദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ബേസാണ്, അധികരണമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. ആ ഗുരുപദം എവിടെയാണ് ഇരിക്കുന്നത്? ഏത് ബേസിൽ, ഏത് അധികരണത്തിലാണ് ഇരിക്കുന്നത്? അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്ത് പറഞ്ഞിരിക്കുന്നു? പത്രകമലം. ആ പത്രകമലം എന്നുള്ള വാക്കും സപ്തമിയിലാണ്. പത്രകമലെ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പത്രകമലെ എന്നുള്ളതിന്റെ വിശേഷണമായിട്ടാണ് ദിവ്യം എന്നുള്ള വാക്ക് ചേർത്തിരിക്കുന്നത്. ദിവ്യേ പത്രകമലെ എന്ന് മനസ്സിലാക്കാം. ദിവ്യമായിരിക്കുന്ന പത്രകമലത്തിലാണ് ഗുരുപദം ഇരിക്കുന്നത്. പത്രകമലം എന്ന് പറഞ്ഞാൽ താമര പുഷ്പം എന്നാണ് അർത്ഥം. അപ്പൊ പത്രം എന്ന വാക്കിന് ഇല എന്നർത്ഥം ഉണ്ടെങ്കിൽ കൂടിയും പത്രകമലം എന്ന് ചേർത്ത് പറയുമ്പോൾ താമര പുഷ്പമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കും. എങ്ങനെയുള്ള താമര പുഷ്പം? ദിവ്യേ പത്രകമലെ, ദിവ്യമായിരിക്കുന്ന താമര പുഷ്പം. അപ്പൊ ദിവ്യമായിരിക്കുന്ന താമര പുഷ്പത്തിൽ ഇരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് വാചകം കിട്ടി. വീണ്ടും അതിന്റെ മുമ്പ് വീണ്ടും വാചകമുണ്ട്. ആ ദിവ്യമായിരിക്കുന്ന താമര പുഷ്പത്തിന് ചില വിശേഷണങ്ങൾ ചേർത്തിരിക്കുന്നു. എന്താണ് വിശേഷണം? ഹംസാഭ്യാം പരിവൃത്ത. ഹംസാഭ്യാം എന്ന് പറഞ്ഞാൽ അതൊരു രണ്ട് അരയണങ്ങൾ, ദ്വിവചനമാണ്. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട, പരിവൃത്ത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ട, രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യേ പത്രകമലെ, ദിവ്യമായിരിക്കുന്ന താമര പുഷ്പം. ഇതാണ് ആദ്യ വാക്കിന്റെ അർത്ഥം. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായിരിക്കുന്ന താമര പുഷ്പത്തിലാണ് എന്തിരിക്കുന്നത്? ഗുരുപദം ഇരിക്കുന്നത്. അപ്പൊ ആ ഗുരുപദത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ വാചകം എങ്ങനെ കിട്ടുന്നു? നമ്മുടെ വാചകം ഇപ്രകാരം കിട്ടുന്നു: ഹംസാഭ്യാം പരിവൃത്ത ദിവ്യേ പത്രകമലെ ഗുരുപദം ധ്യായേത്. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ വിരാജിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, ഇരിക്കുന്ന ആ ഗുരുപദത്തെ ധ്യാനിക്കണം. ഇങ്ങനെ കിട്ടി. വീണ്ടും ഞാൻ ആവർത്തിക്കാം എല്ലാ വാചകങ്ങളെയും പൂർണ്ണമായ രീതിയിൽ. നമുക്ക് ഇപ്രകാരം അതിനെ മനസ്സിലാക്കാം: ഹംസാഭ്യാം പരിവൃത്ത ദിവ്യേ പത്രകമലെ ജഗത് കാരണം ഗുരുപദം ധ്യായേത്. നോക്കൂ, വാചകം നോക്കൂ, ആ വാചകം ശ്രദ്ധിക്കൂ. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന, വിരാജിക്കുന്ന, ജഗത് കാരണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ഇങ്ങനൊരു പദം കിട്ടും. ഇങ്ങനെ ക്രമേണ ബാക്കി എല്ലാ പദങ്ങളും ഇതേപോലെ ചേർക്കണം. അപ്പോൾ 12 പദങ്ങൾ കിട്ടും. 2-3 പദങ്ങൾ നമുക്ക് പറയാം, ബാക്കി നിങ്ങൾ സ്വയം ചേർക്കുക. ഹംസാഭ്യാം പരിവൃത്ത ദിവ്യേ പത്രകമലെ വിശ്വോത്കീർണം ഗുരുപദം ധ്യായത്. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വോത്കീർണമായ ഗുരുപദത്തെ ധ്യാനിക്കണം. അടുത്ത പദം എന്താണ്? രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന അനേക ദേഹനിലയമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. വീണ്ടും പറയാം: രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വച്ഛന്തമായ ഗുരുപദത്തെ ധ്യാനിക്കണം. അടുത്തത്, രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനന്ദകരമായ ഗുരുപദത്തെ ധ്യാനിക്കണം. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂർണ്ണമായ ഗുരുപദത്തെ ധ്യാനിക്കണം. രണ്ട് അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുഭമായ ഗുരുപദത്തെ ധ്യാനിക്കണം. രണ്ട് അരയന്നങ്ങളാൽ, രണ്ട് ഹംസങ്ങളാൽ ചുറ്റപ്പെട്ട
ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യക്ഷാക്ഷര വിഗ്രഹമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. 2 അരേന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഭുവായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. 2 അരേന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാശ്വതമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. നമുക്ക് എത്ര ഗംഭീരമായ ഒരു ധ്യാന ശ്ലോകമാണത്. ഈ 12 വാചകങ്ങളെ ഇപ്രകാരം പൂർണ്ണമായ രീതിയിൽ നമ്മൾ എഴുതിയ 12 വാചകങ്ങളെ വിചാരം ചെയ്താൽ, മനനം ചെയ്താൽ ഗുരുവിന്റെ അതിമനോഹരമായ ദാർശനിക തിരുസ്വരൂപം നമ്മുടെ ഉള്ളിൽ തെളിയും. ആ തിരുസ്വരൂപത്തിലേക്കാണ് പിന്നീട് നമ്മൾ 108 മഹാമന്ത്രങ്ങളെ ചൊല്ലി പുഷ്പാർച്ചന ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഗുരുപദം എന്നുള്ളതാണ്. താമര പുഷ്പത്തില് ഹംസങ്ങൾ ഇങ്ങനെ കറയും കൊണ്ടിരിക്കുന്നു. ആ താമര പുഷ്പത്തിൽ ഗുരുവിന്റെ ആ ഗുരുപദം വിരാജമാനമായിരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. അതിലേക്കാണ് നമ്മുടെ എല്ലാ അർച്ചനയും സമർപ്പിക്കുന്നത്. ആ ഗുരുപദം എന്താണ്? ഇപ്പൊ ഗുരുപദത്തിന്റെ 3-4 പ്രകാരത്തിലുള്ള അർത്ഥങ്ങളെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ അർത്ഥം ഗുരോഹോ പാദോ എന്നാണ്. ഗുരുവിന്റെ പാദങ്ങൾ എന്നാണ് അർത്ഥം ഗുരുപദത്തിന്. രാവിവൻ തോണി നിൻപദം പാദാംബുജ രജോലവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗുരുവിന്റെ പാദങ്ങൾ എന്നർത്ഥം പ്രയോഗിക്കാം. ഗുരുവിന്റെ പാദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമർപ്പണ ഭാവമാണ് അവിടെ തെളിയുന്നത്. പാദം എന്ന് പറഞ്ഞാൽ ഗമിക്കാനുള്ള ഒരു കർണമാണ് പാദം. ഗുരു എപ്രകാരം ഏത് വഴിയെ ഗമിച്ചുവോ ആ വഴിയെ പോകുക എന്നുള്ളൊരു സൂചന നമുക്ക് ഗുരുപദത്തെ പാദങ്ങളായിട്ട് മനസ്സിലാക്കുമ്പോൾ ലഭിക്കും. അടുത്തത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഉയരാനുള്ള ആധ്യാത്മികമായും ഇനി ഭൗതികമായും നമുക്ക് ഉയരാനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന അഹംബോധമാണ്. അഹംബോധമല്ല, അഹംഭാവമാണ്. ആ ബോധത്തെ ലഘൂകരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിനയവും സമർപ്പണഭാവവും ഉണ്ടായേ തീരും. അപ്പൊ ഗുരുവിന്റെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു, ഞാൻ വീണ് പ്രണമിക്കുന്നു എന്നൊരർത്ഥവും ഗുരുപദം എന്ന വാക്കിനെ ഗുരുവിന്റെ പാദങ്ങളായിട്ട് നാം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രണതി സേവാധ്യൈ പ്രസന്നം ഗുരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്നാണ് അർത്ഥം. അല്ലാതെ നമ്മുടെ മുമ്പില് നമ്മൾ സ്ഥലത്ത് ഇരിക്കുന്നു, അപ്പൊ ഗുരു ഇങ്ങനെ കടന്നു വരുന്നു, ആചാര്യൻ കടന്നു വരുന്നു, നമ്മൾ കാലും കയറ്റിയിരിക്കുന്നു. നമ്മൾ പറയണേ ബഹുമാനവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടായില്ല. ബഹുമാനം മനസ്സിലുണ്ടെങ്കിലും ആ ബഹുമാനം പ്രകടിപ്പിക്കുമ്പോഴേ, അത് അഭിവ്യക്തമാക്കുമ്പോഴേ അതിന് പൂർണ്ണത വരും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വിനയവും ബഹുമാനവും ആചാര്യ തൃപ്പാദങ്ങൾക്ക് മുമ്പിൽ, സ്വാമി തൃപ്പാദങ്ങൾക്ക് മുമ്പിൽ അഭിവ്യക്തമാക്കാനുള്ള, പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്നുള്ളതാണ്. പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക എന്നുള്ള ആ ഭാവവും ഗുരുപദം എന്നതിനെ ഗുരുവിന്റെ പാദങ്ങൾ എന്ന രീതിയിൽ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഗുരുപദം എന്നുള്ളതിന് മറ്റൊരു അർത്ഥമാണ് ഗുരോഹോ സ്ഥാനം, ഗുരുവിന്റെ സ്ഥാനം. ഗുരു എന്നുള്ളത് ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ്. ആ സ്ഥാനത്ത് ഇരിക്കുന്ന, ആ ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് ആ പദവിയെ അലങ്കരിക്കുന്ന മഹാത്മാവ്. ഒരു പദവിക്ക് അതിൻ്റെതായ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നലെ വരെ നിസ്സാരനായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇന്നൊരു പദവി ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ആദരിക്കുന്നത് ആ പദവിയെ ആധാരമാക്കിയ. അതിൽ ഗുരു എന്നുള്ളത് അതിമഹത്തരമായ പദവിയാണ്. ആ പദവിയെ സ്വയം അലങ്കരിക്കുന്ന ഒരു മഹാത്മാവ്. അപ്പൊ ഗുരു എന്നുള്ള പദവിയെ നമുക്ക് ഗുരുപദം എന്നുള്ള വാക്കിലൂടെയും മനസ്സിലാക്കാം. ഗുരോഹോ പദം മീൻസ് ഗുരോഹോ സ്ഥാനം. ഇനി മൂന്നാമതായിട്ട് ഗുരോഹോ വചനം. മുൻപ് ഞാൻ പറഞ്ഞു ഓർക്കണം, ഗുരുപദത്തിന്റെ 2 അർത്ഥങ്ങൾ പറഞ്ഞു. ഒന്ന് ഗുരോഹോ പാദവും ഗുരുവിന്റെ പാദങ്ങൾ. രണ്ടാമത്തെ അർത്ഥം ഗുരോഹോ സ്ഥാനം, ഗുരു എന്ന് പറയുന്ന സ്ഥാനം. മൂന്നാമത്തെ അർത്ഥമാണ് ഗുരോഹോ വചനം. ഗുരോഹോ വചനം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വാക്കുകളെയും
ഗുരുവിന്റെ ഉപദേശങ്ങളെ നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം? ഗുരുപദമായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ ആധ്യാത്മിക ആധ്യാത്മികമായി നമ്മൾ ക്രമീകരിക്കുന്നത് ഗുരുവിന്റെ വാക്കുകൾ കേട്ടിട്ടാണ്, ഗുരുവിന്റെ കൃതികളിലൂടെയുള്ള ആശയങ്ങൾ ശ്രമിച്ചിട്ടാണ്. അതുകൊണ്ട് ഗുരുവിന്റെ ഉപദേശത്തെ നമുക്ക് ഗുരുപദമായിട്ട് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഒരു അർത്ഥം എടുത്താൽ. ഇനി നാലാമത്തെ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാലാമത്തെ അർത്ഥം എന്താണ്? ഗുരു ഏവ പരം പദം യസ്യ തത് ഗുരുപദം. ഗുരു ഏവ പരം പദം യസ്യ. ആർക്കാണോ ഗുരു തന്നെ പരമപദമായിരിക്കുന്നത് അത് ഗുരുപദം. ഒരു ഗുരുഗീതത്തിൽ ഒരു ശ്ലോകം ഉണ്ടായിരുന്നത് ഓർമ്മയിൽ വരുന്നില്ല. അതായത് തത്പദം ഏന ദർശിതം എന്നാണ് ആ വാക്കുകൾ. അത് നിങ്ങൾ ഓർമ്മയിൽ പിന്നീട് എടുക്കാം. അതായത് ആ ഈശ്വരപദത്തെ ആരാണോ കാണിച്ചു തരുന്നത് അത് ഗുരു എന്ന് പറയുന്ന ഒരു ശ്ലോകം വരുന്നത്. പക്ഷെ ഇവിടെ ഈശ്വരപദത്തെ കാണിച്ചു തരുന്ന ആളല്ല ഗുരു, മറിച്ച് എന്താണ്? ഗുരു ഏവ പരംപദം. ഗുരു തന്നെയാണ് ഈശ്വരൻ. ഇവിടെ ഗുരുപദം എന്നതിലൂടെ ആ പദമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവ്വ ജഗത്തിനും സർവ്വ പ്രപഞ്ചത്തിനും ആധാരമായി വർത്തിക്കുന്ന ഈശ്വരൻ ആരോ അത് തന്നെയാണ് ഗുരു. അപ്പൊ ഗുരു തന്നെയാണ് പരമപദം. അപ്പൊ എനിക്ക് മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന വഴികാട്ടിയല്ല ഗുരു, മറിച്ച് ഗുരു തന്നെയാണ് മോക്ഷം. അപ്പൊ ഗുരു ഏവ പരംപദം യസ്യ തത് ഗുരുപദം. ആർക്കാണോ ഗുരു തന്നെ പരമപദമായിരിക്കുന്നത്, ആർക്കാണോ ഗുരു ഈശ്വരൻ തന്നെ ആയിരിക്കുന്നത്, ആർക്കാണോ ഗുരു മോക്ഷം തന്നെയായിരിക്കുന്നത്, അവർക്ക് എന്താണ്? അത് ഗുരുപദമാണ്. അപ്പൊ ഗുരുപദം എന്ന വാക്കിന്റെ നാലാമത്തെ അർത്ഥം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുപദം എന്നുള്ളത് എന്താണ്? ഗുരുപദം എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ്. സാക്ഷാൽ ഈ ലോകത്തിന് മുഴുവൻ ആധാരമായി വർത്തിക്കുന്ന ജഗതീശ്വരൻ തന്നെയാണ് ഗുരുപദം എന്ന വാക്കിലൂടെ അർത്ഥമാക്കേണ്ടത്. അത് ആ ഗുരുപദത്തിന്റെ ഓരോ വിശേഷണങ്ങളെ ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കത് ബോധ്യമാകും. ആദ്യത്തെ വിശേഷണം എന്താണ്? ആദ്യത്തെ വിശേഷണമാണ് ജഗത് കാരണം. ഹംസാഭ്യാം പരിവൃത്ത ദിവ്യേ പത്രകമലേ ജഗത് കാരണം ഗുരുപദം ധ്യായത്. രണ്ട് അരേണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ദിവ്യമായ താമരപുഷ്പം, അതിൽ സ്ഥിതി ചെയ്യുന്ന ജഗത് കാരണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അപ്പൊ ജഗത് കാരണമാണ് ആദ്യത്തെ വിശേഷണം. ഈ ജഗത്ത് ഒരു കാര്യമാണെങ്കിൽ നിശ്ചയമായിട്ട് അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടാകും. നമ്മൾ ഈ കാര്യകാരണ ബന്ധത്തെ കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ ദർശനമാലയിലും ശ്രീനാരായണ ധർമ്മത്തിലും വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പുതിയ പഠിതാക്കൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്താൽ വീണ്ടും പറയാം, ഏതൊരു കാര്യം ഉണ്ടെങ്കിലും ആ കാര്യത്തിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാകും. കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവുകയില്ല. ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആ വ്യവസ്ഥ ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥാപകൻ ഉണ്ടായിരിക്കണം. ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ പുറകിൽ ഒരു നിയാമകൻ ഉണ്ടായിരിക്കണം. ഇതൊരു പ്രപഞ്ച നിയമമാണ്. അപ്പൊ നമ്മൾ ഈ ജഗത്തിനെ നോക്കുമ്പോൾ ജഗത്തൊരു കാര്യമാണ്, അതേപോലെ ജഗത്തൊരു വ്യവസ്ഥയാണ്, ജഗത്തൊരു നിയമമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിശ്ചയമായിട്ട് അതിന്റെ പുറകിൽ ഒരു നിയാമകനുണ്ട്, ഒരു വ്യവസ്ഥാപകനുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പൊ ഗുരുപദം ആരാണ്? ഗുരു ആരാണ്? ഈ ജഗത് കാരണം തന്നെയാണ്. ഈ ജഗത്ത് കാര്യമായതുകൊണ്ട് ആ ജഗത്തിനെ നിർമ്മിച്ച കാരണം തന്നെയാണ് ഗുരുദേവൻ. സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര എന്ന് ദർശനമാലയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സങ്കല്പം മാത്രം കൊണ്ട് ഈ കാണാവുന്ന മുഴുവൻ ജഗത്തിനെയും നീയല്ലോ സൃഷ്ടാവായതുമെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജഗത് കാരണമായിരിക്കുന്നത് ആരാണ്? ഗുരുപദമാണ്. അതുകൊണ്ട് ഗുരുപദം എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ്. അടുത്ത വിശേഷണമാണ് വിശ്വോത്കീർണം എന്ന് പറയും. വിശ്വോത്കീർണം, വിശ്വ ഉത്കീർണം. ഉത്കീർണം എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥമുണ്ട്. അതായത് നമ്മളൊരു കല്ലിൽ വിഗ്രഹത്തെ കുത്തിയെടുക്കുക, അതിന് ഉത്കീർണം എന്ന് പറയുന്നു. ആ കല്ലിൽ, ആ ശിലയിൽ നിന്ന് ഒരു വിഗ്രഹത്തെ ഉത്കീർണം ചെയ്യുക, അതിനെ കുത്തിയെടുക്കുന്നു. അതേപോലെ ആലേഖനം ചെയ്യുക, അതിനും ഉത്കീർണം എന്ന് പറയുന്നു. അതുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക, അതിനും ഉത്കീർണം എന്ന് പറയുന്നു. വിശ്വേ എന്ന് പറഞ്ഞാൽ ഇതിൽ സന്ധി വിരിക്കുമ്പോൾ വിശ്വ എന്നാണ്, പക്ഷെ അതിനെ സമാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വിശ്വേ ഉത്കീർണം. ഈ വിശ്വത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന, ഈ വിശ്വത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര തത്വം. ആ ഈശ്വര തത്വമാണ് ഈ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഗുരുപദം എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വിശേഷണം നോക്കൂ, അനേക ദേഹനിലയം. ഇപ്പൊ ഗുരു എവിടെയാണ് താമസിക്കുന്നത്? ഗുരുവിന് താമസിക്കാൻ ഒരു ഭവനം വേണമല്ലോ.
എവിടെയാണ് ഗുരു താമസിക്കുന്നത്? പറയുന്നു അനേക ദേഹ നിലയം. നിലയെന്ന് പറഞ്ഞാൽ ഭവനമാണ്, വീടാണ്. ഈ കാണപ്പെടുന്ന എല്ലാ ദേഹങ്ങളിലും, നമ്മുടെ മുമ്പിൽ ഏതൊക്കെ ദേഹങ്ങൾ കാണപ്പെടുന്നുവോ ആ ദേഹങ്ങളിലെല്ലാം ഗുരു കുടികൊള്ളുന്നുണ്ട്. നമുക്ക് എത്ര അത്ഭുതകരമായ സത്യമാണ്. ദേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയുടെ ദേഹം, മനുഷ്യന്റെ ദേഹം, എല്ലാ ദേഹങ്ങളും. ആ എല്ലാ ദേഹങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിട്ട് ഗുരുദേവൻ കുടികൊള്ളുന്നു, ഗുരുദേവൻ വസിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ എത്ര ഉന്നതമായ ഒരു ഭാവം വരും. ഇപ്പൊ കുറച്ച് കാലം മുമ്പ് നമ്മളോടൊരു സുഹൃത്ത് ഇങ്ങനെ ശ്രീനാരായണ ധർമ്മവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തെ പരാമർശിക്കണ്ടേ. അദ്ദേഹം പറഞ്ഞു, സ്വാമിജി, ഞാൻ ഒരു വ്യക്തിയെ ഞാൻ കാണാറില്ല, ഒരു വ്യക്തിയെ ഞാൻ നോക്കാറില്ല, ഞാൻ കേവലം ഗുരുവിനെ മാത്രമേ നോക്കൂ. ഒരു വ്യക്തിയും എനിക്ക് വിഷയമില്ല, വ്യക്തികൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഗുരുവിനെ മാത്രമേ നോക്കുന്നു പറഞ്ഞു. അപ്പൊ ആ വാചകം നമുക്ക് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. ശരിയാണത്, ഒരു തലത്തിൽ ഒരു അർത്ഥത്തിൽ ആ വാചകം പൂർണ്ണമായും ശരിയാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഗുരു എന്ത് പറയുന്നു? ഇവിടെ പറയുന്നു അനേക ദേഹ നിലയം, അനേക ദേഹങ്ങളിലാണ് ഗുരുദേവൻ കുടികൊള്ളുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, എൻ്റെ ഗുരുദേവൻ, ഞാൻ ആരാധിക്കുന്ന സ്വാമി തിരുപ്പാദങ്ങൾ അന്തര്യാമിയായി ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. ഞാൻ ആ വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ, ഞാൻ ആ വ്യക്തിയെ നിന്ദിക്കുമ്പോൾ വാസ്തവത്തിൽ ആരെയാണ് നിന്ദിക്കുന്നത്? ഗുരുവിനെ തന്നെയാണ് നിന്ദിക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളോട് നമ്മൾ ഇടപെടുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എൻ്റെ ഗുരുദേവൻ കുടികൊള്ളുന്നുണ്ട് എന്ന ഭാവത്തിൽ ഇടപെടണം. കാരണം എല്ലാവരിലും ഗുരു കുടികൊള്ളുന്നു. ഞങ്ങൾ വ്യക്തികളെ കാണില്ല, ഗുരുവിനെ മാത്രമേ കാണൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ നമ്മൾ കാണുന്നില്ല. വ്യക്തികൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി തൻ്റെ ശരീര, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളുമായി താതാത്മ്യപ്പെട്ട് ആ വ്യക്തി ഒരു വ്യക്തിത്വത്തെ സൂക്ഷിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കാണുന്നില്ല. മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന അന്തര്യാമിയായി വർത്തിക്കുന്ന ഒരു സ്വരൂപം, ഗുരു സ്വരൂപമുണ്ട്. ആ സ്വരൂപത്തെ കാണുന്നു. അപ്പോഴേ നമുക്ക് വ്യക്തിയോട് കാരുണ്യം വരും. ഇത് കാരുണ്യത്തിന്റെ ഒരു അടിസ്ഥാന മനഃശാസ്ത്രമാണ്. നമുക്ക് എങ്ങനെയാണ് എല്ലാവരോടും കാരുണ്യം വരുന്നത്, അനുകമ്പ വരുന്നത്? കാരണം ബാഹ്യമായി നമ്മളൊരു വ്യക്തിയെ ദ്രോഹിക്കുന്നു, ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ബാഹ്യമായ ഒരു വ്യക്തി ധർമ്മത്തിന് വിരുദ്ധമായ രീതിയിൽ സഞ്ചരിക്കുന്നു എന്ന് കരുതും. നമുക്ക് അവരുടെയൊക്കെ അനുകമ്പ വരുമോ? നമ്മുടെ ഉള്ളിൽ അവരുടെയൊക്കെ പ്രേമം വരുമോ? വരില്ല. കാരണം ആ വ്യക്തിയുടെ ജീവിത രീതി അങ്ങനെയാണ്. പക്ഷെ ഈ രീതിയിൽ കാണുകയാണെങ്കിലോ, ഒരു വ്യക്തി എത്രത്തോളം അധർമ്മത്തെ ആചരിക്കുന്നുണ്ടെങ്കിലും ആ അധർമ്മത്തെ ആ വ്യക്തി ആചരിക്കുന്നത് ആ വ്യക്തി തന്റെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, വാസന, സംസ്കാരം ഇവയുമായി താതാത്മ്യപ്പെട്ട ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യക്തിത്വമാണ് ആ വ്യക്തിയെ അധർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ആ വ്യക്തിത്വത്തിന്റെ ഉള്ളിലും സൂക്ഷ്മമായിട്ട് ഗുരുദേവൻ പറയാറുണ്ട്, ദ്യോവാണ് അതിന്റെ മഹിമ എന്ന് പറയുന്നത്. ദ്യോവ് എന്ന് പറഞ്ഞാൽ എല്ലാ ചരാചരങ്ങളെയും ഉള്ളിൽ സർവാന്തര്യാമിയായി നിറഞ്ഞു നിൽക്കുന്ന ആ ചിതാകാശത്തെയാണ് ദ്യോവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ ഏറ്റവും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിതാകാശമുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഗുരുദേവൻ വസിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിത്വത്തിന്റെ അപ്പുറത്ത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഗുരുദേവൻ കുടികൊള്ളുന്നു. ആ ഒരു ഭാവം കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് ഉത്പന്നമാകുന്നു? ഈ വ്യക്തി എത്ര അധർമ്മിയാണെങ്കിൽ പോലും ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഗുരു വർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു കാലത്ത് ഗുരുവിന്റെ ആ ഒരു പ്രത്യക്ഷ സ്വരൂപം ഇവന്റെ വ്യക്തിത്വത്തെയും അതിക്രമിച്ച് പ്രകടമാകും. ആ ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരോടും അനുകമ്പ വരും, കാരുണ്യം വരും. ഇതില്ലെങ്കിൽ ആ വ്യക്തിയുടെ ബാഹ്യമായ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനോട് നമുക്ക് ദ്വേഷം വരും, രാഗം വരും. നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് അടുപ്പം വരും, നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമുക്ക് അകൽച്ചയും വരും, വിദ്വേഷം വരും. അപ്പൊ ഗുരുദേവൻ എല്ലാവരിലും സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നു. സർവ്വചരാചരങ്ങളിലും നമുക്ക് ഗുരുവിനെ കണ്ട് ആരാധിക്കുവാനും പൂജിക്കുവാനും സാധിക്കും. ഇനി നമുക്ക് സ്വച്ഛന്തം ഗുരുപദം ധ്യായേത്. സ്വച്ഛന്തമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. സ്വച്ഛന്തം എന്ന് പറഞ്ഞാൽ സ്വ അധീനത എന്നാണ് അർത്ഥം. ഗുരു സ്വന്തം അധീനതയിൽ വർദ്ധിക്കുന്ന ആളാണ്. നമ്മളെല്ലാവരും പര അധീനതയിലാണ്. മീൻസ് മറ്റാരുടെയെങ്കിലും മീൻസ് ഏതെങ്കിലും വ്യക്തിയുടെ അല്ല, മറിച്ച് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തകൾ ഇവയുടെ അധീനതയിൽ നമ്മൾ വർത്തിക്കും. എന്നാൽ ഗുരു വർത്തിക്കുന്നതാകട്ടെ സ്വച്ഛന്തമായിട്ടാണ്, സ്വന്തം അധീനതയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുപദത്തെ ധ്യാനിക്കണം. നീ പറയുന്നു ആനന്ദകം ഗുരുപദം ധ്യായേത്. ആനന്ദകരമായിരിക്കുന്ന ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം.
ആദ്യന്തൈകം ഗുരുപദം ധ്യായേത്. ആദ്യന്തൈകം എന്ന് പറഞ്ഞാൽ ആദിശ്ച അന്തശ്ച ഏകം യസ്യ തത് ആദ്യന്തൈകം. ഒരു വസ്തു എങ്ങനെയാണ് തുടക്കത്തിൽ, എങ്ങനെയാണ് അവസാനം, തുടക്കവും അവസാനമൊക്കെ ഒരേപോലെ തന്നെ, അതിന്റെ ആദ്യവും അന്തവും ഒക്കെ ഒരു മാറ്റവും ഇല്ല. ഇനിയാണ് ആദ്യന്തൈകം എന്ന് പറയുന്നത്. അല്ലാതെ തുടക്കത്തിൽ എങ്ങനെയാണോ അത് പിന്നീട് മാറ്റങ്ങൾക്ക് വിധേയമായി അവസാനം വേറൊരു തരത്തിൽ എന്നുള്ളതില്ല. എങ്ങനെയാണ് തുടക്കം അതേപോലെ തന്നെ അവസാനം. അതിനെ പറയുന്നു ആദ്യന്തൈകം. അപ്പൊ അങ്ങനെയുള്ള ആദ്യന്തൈകമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ഏഴാമത്തെ വിശേഷണമാണ് പൂർണ്ണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അപ്പൊ പൂർണ്ണ എന്നുള്ളതിന്റെ നിർവചനം നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് മുൻപുള്ള പഠിതാക്കൾക്ക് ഓർമ്മയിലുണ്ടാകും. എങ്കിലും പറയാം, പൂർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വിധങ്ങളായിരിക്കുന്ന മുറിവുകൾ ഇല്ലാത്തതാണ്. ദേശം കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്, കാലം കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്, ഒരു വസ്തു കൊണ്ട് മുറിക്കാൻ പറ്റാത്തത്. ഇതിനെന്തു പറയുന്നു? ത്രിവിധ പരിച്ഛേദ ശൂന്യം എന്ന് പറയുന്നു. അപ്പോൾ നമ്മളത് എഴുതി വെക്കാം. പൂർണ്ണതയുടെ നിർവചനമാണ്. എന്താണ് പൂർണ്ണത എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ പറയുക, ത്രിവിധ പരിച്ഛേദ ശൂന്യത്വം പൂർണ്ണത്വം. ത്രിവിധ പരിച്ഛേദം എന്ന് പറഞ്ഞാൽ മുറിവ്. ത്രിവിധ 3 പ്രകാരത്തിലുള്ള മുറിവില്ലാത്തത് പൂർണ്ണം. ദേശം കൊണ്ടുള്ള മുറിവ്. ഒരു വസ്തു സർവഗതമായിരിക്കണം, എല്ലാ ദേശത്തിലും ഉണ്ടായിരിക്കണം. അല്ലാതെ ഇന്ത്യയിലുണ്ട് അമേരിക്കയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ദേശം കൊണ്ട് മുറിവ് വന്നു, അപ്പൊ അത് അപൂർണമാണ്. അതേപോലെ ഒരു വസ്തു എല്ലാ കാലത്തിലും ഉണ്ടായിരിക്കണം. 2000 കൊല്ലം മുമ്പ് ഈശ്വരൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈശ്വരനില്ല എന്ന് പറഞ്ഞാലോ? ഒരു സ്വാമി തൃപ്പാദങ്ങള് 928 മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ലല്ലോ, എന്നെന്നും ഉണ്ടല്ലോ. അപ്പൊ കാലത്താൽ മുറിക്കപ്പെടാത്തതായിരിക്കണം. 2000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ കാലത്താൽ മുറിക്കപ്പെട്ടു. അപ്പൊ കാലത്താൽ മുറിക്കപ്പെടാത്ത ഒന്നായിരിക്കണം. ഇനി വസ്തുവിനാൽ മുറിക്കപ്പെടാത്ത ഒന്നായിരിക്കണം. എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കണം. എന്റെ ഈശ്വരൻ, എന്റെ ഗുരു അതാ മുകളിൽ ഏതോ ഒരു സ്ഥലത്തുണ്ട്, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനാൽ മുറിക്കപ്പെട്ടു. ഈ 3 മുറിവുകളില്ലാത്ത, ദേശത്താൽ മീൻസ് എല്ലാ ദേശങ്ങളിലും ഉള്ളത്, എല്ലാ കാലങ്ങളിലും ഉള്ളത്, എല്ലാ വസ്തുക്കളിലും ഉള്ളത് എന്തോ അതാണ് പൂർണ്ണൻ എന്നർത്ഥം. പൂർണ്ണം ഗുരുപദം ധ്യായത്. അങ്ങനെയുള്ള പൂർണ്ണമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നു. അടുത്താണ് ശുഭം. ശുഭം എന്ന് പറഞ്ഞാൽ സദാ ഭദ്രത്തെ, സദാ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അനന്തം ഗുരുപദം ധ്യായേത്. അനന്തമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. നേരത്തെ പറഞ്ഞു ആദ്യന്തൈകം ഗുരുപദം ധ്യായത് എന്ന് പറഞ്ഞു. ആദ്യത്തിലും അന്ത്യത്തിലും ഒരേപോലെയുള്ള ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ത്യം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതിന് അവസാനമുണ്ടോ, ഇനി അപ്പുറത്തില്ലെന്ന് തോന്നും. അങ്ങനെയില്ല. ന അന്തം, ഒരിക്കലും അറ്റമില്ല. മീൻസ് അപരിമിതമായത്, പരിമിതി ഇല്ലാത്തത്, അനന്തമായിരിക്കുന്ന അങ്ങനെയുള്ള ഗുരുപദത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേത്. പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്ന് പറഞ്ഞാൽ അക്ഷര വിഗ്രഹമാണ്. അക്ഷര വിഗ്രഹമായി പ്രത്യക്ഷമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. അപ്പൊ ഗുരുവിന്റെ വിഗ്രഹം എപ്രകാരമാണ്? അക്ഷര സ്വരൂപേണയാണ് ഗുരുവിന്റെ വിഗ്രഹം. അക്ഷരം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന്, അറിവ് പ്രകടമാകുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. അപ്പൊ അക്ഷരത്തിന് അക്ഷരങ്ങൾ അർത്ഥമുണ്ട്. അക്ഷരങ്ങൾ, വേർഡ്സ്. ഏതൊരു അറിവ് എങ്ങനെയാണ്? അക്ഷരം ഇല്ലെങ്കിൽ നമുക്ക് അറിവ് ലഭിക്കില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കുറിച്ചു. അദ്ദേഹം പറഞ്ഞു വിജയലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട് കുരുന്നുകളൊക്കെ ആദ്യാക്ഷരം കുറിക്കുന്നു. അപ്പൊ അതിനെ ഭംഗ്യനിരേണ വിമർശിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, അറിവിന് ആദ്യാക്ഷരം ഇല്ല എന്ന് പറയും. അറിവ് അനാദിയായിട്ട് നിലനിൽക്കുന്നു, ഇതിനൊരു ആദ്യാക്ഷരം ഇല്ല. അപ്പൊ ആദ്യാക്ഷരം എന്നുള്ള സമ്പ്രദായം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നുള്ള ധാരണയെ പറയും. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ഏതൊരു അറിവും നമുക്കത് ലഭിക്കണമെങ്കിൽ അക്ഷരസ്വരൂപേണ ലഭിക്കുന്നത്. ഗുരുവിന്റെ ദർശനം എന്താണ്? ആ ദർശനത്തിന് അത് കാലാതീതമാണ്. പക്ഷെ കാലാതീതമായ ആ ഒരു ദർശനം ഗുരുവിന്റെ കൃതികളിലെ വാക്കുകളിലൂടെയല്ലേ, അക്ഷരങ്ങളിലൂടെയല്ലേ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അറിവ് എപ്പോഴും പ്രകടമാകുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. അപ്പൊ അക്ഷര വിഗ്രഹം എന്ന് പറഞ്ഞാൽ
ആ വാങ്മയ സിറുവ് എന്നർത്ഥം എടുക്കുക, അക്ഷരമാകുന്ന സിറുവ്. ഇനി അക്ഷരത്തിന് വേറെ അർത്ഥം എന്താണ്? നശിക്കാത്ത തത്വം എന്നുള്ള അർത്ഥമാണ്. നശിക്കാത്ത തത്വം. നശിക്കാത്ത തത്വം ആരാണ്? നശിക്കാത്ത തത്വം ബ്രഹ്മതത്വമാണ്, ഈശ്വരൻ തന്നെയാണ്. ഒരിക്കലും നശിക്കാത്ത ഒരു തത്വത്തെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാതുകൾ കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത ആ തത്വത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മുമ്പിൽ ആ തത്വം ഉണ്ടായിരിക്കണം. ആ തത്വം ഒരു മൂർത്ത ഭാവത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് അക്ഷര വിഗ്രഹം. അപ്പൊ അക്ഷരം എന്ന് പറഞ്ഞാൽ അമൂർത്തനായ, നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത ഈശ്വരൻ. ആ ഈശ്വരൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്ന മൂർത്തഭാവത്തിൽ വന്നു. ഇത് തന്നെയാണ് ശിവലിംഗദാസ സ്വാമികൾ ബ്രഹ്മണെ മൂർത്തിമതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ, ഗ്രഹിക്കാൻ കഴിയില്ല. എന്നാൽ ഒരു മൂർത്തഭാവത്തിൽ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ അക്ഷര വിഗ്രഹം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്ന പദത്തിലൂടെ അമൂർത്തമായ ഈശ്വരനും അതേ അമൂർത്തമായ ഈശ്വരൻ നമുക്ക് ഗോചരമാകാൻ, നമുക്ക് അറിയാൻ വേണ്ടി ഒരു മൂർത്തഭാവത്തിൽ മുമ്പിൽ വരുന്നു. അത് വിഗ്രഹം എന്ന വാക്കിലൂടെ നമുക്ക് അർത്ഥമാക്കാം. അപ്പൊ അക്ഷര വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം മനസ്സിലാക്കാം. അപ്പൊ വിഗ്രഹം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എന്റെ മുമ്പിൽ മൂർത്തഭാവത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു പ്രത്യക്ഷനായെന്ന് മനസ്സിലാക്കാം. പിന്നീട് അവിടെ പ്രത്യക്ഷം എന്ന വാക്ക് വീണ്ടും ചേർക്കേണ്ടതില്ല. പ്രത്യക്ഷാക്ഷര വിഗ്രഹം എന്നതിൽ അക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായത് എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അക്ഷര വിഗ്രഹം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. അക്ഷരമായിരിക്കുന്ന നശിക്കാത്ത ഈശ്വരൻ വിഗ്രഹമായി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. അത് അമൂർത്തഭാവത്തിലിരിക്കും. പിന്നെ എന്തിനാണ് പ്രത്യക്ഷം ചേർത്തത്? അപ്പോ സ്വാമി തൃപ്പാദങ്ങൾ സശരീരനായ കാലഘട്ടത്തിൽ സ്വാമി തൃപ്പാദങ്ങളുടെ തിരുശരീരം എന്താണ്? സ്വാമി തൃപ്പാദങ്ങളുടെ സശരീര കാലഘട്ടത്തിൽ തന്നെ ഗുരുവിന്റെ വിഗ്രഹങ്ങൾ വെച്ച്, ഗുരുവിന്റെ മൂർത്തികൾ വെച്ച് ആരാധന ആരംഭിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതേസമയം സ്വാമി തൃപ്പാദങ്ങളുടെ തിരുശരീരം തന്നെ എന്താണ്? അത് തന്നെ ഒരു മൂർത്തിയാണ്. അതുകൊണ്ടാണ് പ്രത്യക്ഷം എന്ന വാക്കിനെ കൂട്ടിച്ചേർത്തത്. അല്ലെങ്കിൽ അക്ഷര വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും, ഒരു മൂർത്തിയെ മാത്രം മനസ്സിലാക്കും. എനിക്ക് അറിയാൻ കഴിയാത്ത അമൂർത്തമായ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ഞാനൊരു വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു. ഈ വിഗ്രഹത്തെ, ഈ മൂർത്തിയെ മാത്രം നമ്മൾ കണക്കാക്കും. മൂർത്തിയെ മാത്രം കണക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവിന്റെ ആ തിരുസ്വരൂപം, സ്വാമി തിരുപ്പാദങ്ങൾ സശരീരനായ കാലത്ത് ആ തിരുസ്വരൂപവും അത് തന്നെയാണ് പ്രത്യക്ഷമായിരിക്കുന്ന അക്ഷര വിഗ്രഹം എന്ന് ശിഷ്യോത്തമന്മാർ ഈ ധ്യാന ശ്ലോകത്തിലൂടെ പ്രഖ്യാപിച്ചത്. അപ്പൊ പ്രത്യക്ഷാക്ഷര വിഗ്രഹം ഗുരുപദം ധ്യായേത് എന്ന് മനസ്സിലാക്കും. വിഭും ഗുരുപദം ധ്യായേത്, വിഭുവായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. വിഭു എന്ന് പറഞ്ഞാൽ വ്യാപകത എന്നർത്ഥം. അതായത് ദേശത്താൽ മുറിക്കപ്പെടാത്തത്. നേരത്തെ പറഞ്ഞു, ദേശത്താൽ മുറിക്കപ്പെടുന്നതൊക്കെ അവ്യാപകമാണ്, വ്യാപകമല്ലാത്ത, ദേശ അവച്ഛിന്നമല്ലാത്ത വ്യാപകമായി സർവഗതമായിരിക്കുന്ന തത്വമാണ് വിഭു. വിഭുവായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ഇനി ശാശ്വതമായിരിക്കുന്ന ഗുരുപദത്തെ ധ്യാനിക്കണം. ശാശ്വതമായെന്ന് പറഞ്ഞാൽ എന്നെന്നുമുള്ള, നിത്യമുള്ള, മീൻസ് കാലത്താൽ മുറിക്കപ്പെടാത്തത്, കാലാവച്ഛിന്ന അല്ലാത്തത്, അങ്ങനെയുള്ള ഗുരുപദത്തെ ധ്യാനിക്കണം. അപ്പൊ നമുക്ക് ഈ ധ്യാന ശ്ലോകത്തില് 12 ഓളം വിശേഷണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ആ 12ഓളം വിശേഷണങ്ങളെ നല്ല രീതിയിൽ വിചാരം ചെയ്താൽ ഗുരുവിന്റെ തിരുസ്വരൂപം നമ്മുടെ ഉള്ളിൽ തെളിവാകും. ഇനി ഈ എല്ലാ വിശേഷണങ്ങൾക്കും ആധാരമായിരിക്കുന്ന വിശേഷ്യം ഗുരുപദമാണ്. ആ ഗുരുപദമാകട്ടെ സ്ഥിതി ചെയ്യുന്നത് 2 അരയന്നങ്ങളാൽ ചുറ്റപ്പെട്ട ദിവ്യമായ താമര പുഷ്പത്തിലാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിച്ചു. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനനം ചെയ്യാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.